Hey guys, it's me, Sankeet Lal. അപ്പോൾ ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിലെ തെക്കേ നടയാണ് എൻ്റെ പുറകെ കാണുന്നത്. അപ്പം സൗണ്ടിന് പ്രശ്നം ഉണ്ടാകും. കാര്യം നമ്മൾ മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം സൗണ്ടിനുണ്ടാവും. എങ്കിലും നമ്മളിതേ ഇന്ന് ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രിയായി. ഇപ്പം രാത്രി ഇപ്പോൾ ഒരു 10-5 കാണും. ഞങ്ങൾ വന്നേ ഉള്ളൂ. ഇവിടെ തെക്കേ നടയിൽ രമണികയിലാണ് താമസിക്കുന്നത്. രമണികയിൽ റൂം എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രമണിക അത്യാവശ്യം തെക്കേ നട അടുത്ത് തന്നെയാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ ഇവിടെ ഭജന ഇരിക്കുക നാളെ ബുധനാഴ്ച. അപ്പം നമുക്ക് പോയി വരാനൊക്കെ സുഖം. എപ്പോഴും ഇവിടെയാണ് രമണികയിലൊക്കെ റൂം എടുക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് റൂമായിരിക്കും, കുഴപ്പമൊന്നും കാണത്തില്ല. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര കണ്ടിട്ട് തിരിച്ചു വരാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് അരൂർ വരെ എത്താൻ 2.5-3 മണിക്കൂറോളം എടുത്ത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഇവിടുത്തെ സിസ്റ്റം ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ദുർഘട യാത്ര കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഗുരുവായൂർ ബികാഷ് ബാബുവിലാണ് കയറിയിരിക്കുന്നത്. മസാല ദോശയൊക്കെ കണ്ടു. എന്ത് വലിയ ദോശയാണ് കണ്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ എനിക്ക് ഇവരുടെ മസാല ദോശയൊന്നും അല്ല ഇഷ്ടം. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഭട്ടൂരയാണ്. ഭട്ടൂരയും പിന്നെ കടല വെച്ചിട്ടൊക്കെ ഉള്ളൊരു മസാലയുണ്ട്. അത് നല്ല സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. റിഞ്ചു അവിടെ ഇരിപ്പുണ്ട്. റിഞ്ചുവിന് പ്രത്യേകിച്ച് വെജൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് റിഞ്ചു ഇച്ചിരി ഡിമ്മായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഗുരുവായൂർ അടുത്തല്ല, ഗുരുവായൂർ തന്നെയാണ്, പക്ഷേ ഗുരുവായൂർ തൊട്ടടുത്തല്ല. ഇതാണ് നമ്മൾ ഭട്ടൂര ഓർഡർ ചെയ്തത്. ഭട്ടൂര ഒടുക്കത്തെ ടേസ്റ്റാണ്. അതിൻ്റെ അവിടുത്തെ ചെറിയൊരു ജിലേബി പോൽ സാധനം സംഭവമൊക്കെ ഉണ്ട്. വിശപ്പുകൊണ്ട് നമ്മളത് പെട്ടെന്ന് ഫിനിഷാക്കി. അപ്പം ബികാഷ് ബാബു നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഗുരുവായൂരുള്ളൊരു ടേസ്റ്റി സ്പോട്ടാണ്. ഗുരുവായൂർ ഏതായാലും നമ്മൾ എത്തിയ ദിവസം തന്നെ നല്ല കിടുക്കം മഴയാണ്. മഴയത്ത് കിഴക്കേ ഗോപുരം നോക്കി ഇങ്ങനെ നിൽക്കുമ്പം മനസ്സിന് കിട്ടുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, പൊതുവേ ഈ ഗുരുവായൂരും പരിസര പ്രദേശങ്ങളും ഒക്കെ നമുക്ക് നിൽക്കുമ്പം ഒരു കൃഷ്ണൻ്റെ ചൈതന്യം നമുക്ക് ഫീൽ ചെയ്യും. അതിന് എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് എനിക്ക് ഉണ്ടാകണമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് എപ്പോഴും ഗുരുവായൂർ വരുമ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് വൈബാണ്. ഈ കിഴക്കേ ഗോപുരം പുതുതായിട്ട് ഒരാൾ കെട്ടിക്കൊടുത്താണെന്നാണ് ഞാൻ കേട്ടത്. സംഭവം കിടുക്കിയിട്ടുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ സുന്ദരിക്കുട്ടി ഒരുങ്ങി വന്നിരിക്കുവാണ്. ഡ്രസ്സൊക്കെ കൊള്ളാം കേട്ടോ. റായം കൊള്ളാം. റായ ആര് തന്നതാ? ആണോ? അപ്പൊ ഈ ബട്ടർഫ്ലൈ ക്ലിപ്പോ? ഓ, ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോ നല്ല അമ്മമ്മ വന്നതാന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങള് തന്നാണല്ലേ, അനിയത്തി. ഓക്കെ, സൂപ്പർ കൂളായിട്ട് അമ്പലത്തിൽ പോയേക്കാം. അപ്പോൾ അങ്ങനെ റിഞ്ചുവിനെ അമ്മേനെയൊക്കെ ആയിട്ട് നമ്മളത് അമ്പലത്തിലെത്തി. ചേച്ചിയും ചേട്ടനൊക്കെ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിലാണ്. അവിടെയാണ് ഒരു ഭജന ഇരിക്കുന്നത്. നമ്മൾ പുറത്ത് ജസ്റ്റ് വന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുക. കാര്യമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് നല്ല മഴ പെയ്തു. മഴ പെയ്ത സമയത്ത് അവിടെ ഈ വെൽഡിങ് പണിക്കാർ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഓർത്തു അവരൊരു നിസ്സഹായാവസ്ഥ. പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നത് കൊണ്ട് അവർക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മഴ പെട്ടെന്ന് വരുന്നു, ഒരു സൈഡ് മഴ പെയ്യുന്നു, അടുത്ത സൈഡിൽ വെയിലടിക്കുന്നു.
ആ ഒരവസ്ഥ. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പൊതുവേ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. ഏതായാലും ഗുരുവായൂർ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നും. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ റിഞ്ചു നമ്മുടെ അരങ്ങേറ്റമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. റിഞ്ചുവിനും ഭാവിയിൽ ഇവിടെ ഇരുന്ന് അരങ്ങേറാനൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ അമ്മൂമ്മ റിഞ്ചുവിനോട് പറയാനുണ്ട്. ഏതായാലും കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അമ്പലത്തിൽ. പിന്നെ ക്ലൈമറ്റാണ് ഏറ്റവും കോമഡി. ഒരു സൈഡിൽ മഴ പെയ്യുന്നു, അടുത്ത സൈഡിൽ വെയിലടിക്കുന്നു. എന്ത് പറയാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലിരുന്നപ്പോഴാണ് കിഴക്കേനടയിൽ ഒരു പശു കിടാവൊക്കെ ആയിട്ട് 2 ചേട്ടന്മാർ വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്പലത്തിൽ ഇരുന്നിട്ട് തിരുമേനി വന്ന് ആ പശുവിനെ പൂജിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന ഒരു ചേട്ടനോട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഇത് ഗോപൂജ അങ്ങനെ എന്തോ സംഭവമാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. അപ്പം ആദ്യം ഉണ്ടായ പശുവിൻ്റെ കിടാവും പശുവായിട്ട് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവരത് നല്ലൊരു കിടാവ് ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് നേർന്നിട്ടുള്ളതാകാം. ഏതായാലും പശുവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പൂജ ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും അതിനുള്ള ഭാഗ്യം ഇത്തവണ ഉണ്ടായി. പിന്നെ ഞാനിപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൈയടക്കി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ചില കച്ചവടക്കാർ. പിന്നെ കണ്ടോ, ലോട്ടറി വിൽക്കുന്ന ആൾക്കാരുണ്ട്. പല രൂപേണ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഇത് കണ്ടോ, ഇതൊരു കൃഷ്ണവേഷത്തിൽ ലോട്ടറി വിൽക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ കൃഷ്ണൻ്റെ വേഷത്തിലാണ് നിന്ന് ലോട്ടറി വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോട്ടറിക്കാർക്കൊക്കെ ഉണ്ടാകുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിൽ വരുന്ന കൃഷ്ണനെ ഇഷ്ടമുള്ള ശ്രീകൃഷ്ണനെ ജപിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരാൾ ലോട്ടറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് മേടിക്കാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഫുള്ള് ലോട്ടറിക്കാരും പിന്നെ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് ആക്ച്വലി ഭിക്ഷ നിരോധിച്ചൊരു സ്ഥലമാണെങ്കിൽ പോലും ധാരാളം ഭിക്ഷാടനക്കാരുണ്ട്. അപ്പോൾ നമ്മളിത് ഗുരുവായൂർ കിഴക്കേ നടയിലാണ്. ഗോപുരം അവിടെ കാണുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ച്, പിന്നെ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് 11-ാം തീയതിയായി. ഇന്നലെ ഒരു ദിവസം നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ ഇവിടെ ഭജനയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവുക. വയനാട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലേണ്ടത് പടിഞ്ഞാറ് നടയിലാണ്. പടിഞ്ഞാറ് നടയിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്റ്റേയും സംഭവങ്ങളൊന്നും ബുക്ക് ചെയ്ത് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കേണ്ടതുണ്ടെങ്കിൽ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്നാൽ എല്ലാ ചുറ്റും ഈ പറയുന്ന പോലെ താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറിക്കാരാണ്. ലോട്ടറിക്കാർ പല രൂപേണ ഇവിടെയുണ്ട്. പിന്നെ ഈ ഭിക്ഷ യാചിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ ചുറ്റിലും നിന്ന് പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗല്ല. ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ വ്ളോഗാണ്. പല ദിവസത്തെ വിഷ്വൽസാണ് ഇതെല്ലാം. അപ്പം മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നവരേക്ക് ഇറ്റ്സ് മീ സംഗീത് ലാൽ സൈനിങ് ഓഫ്.